അപ്പൊ മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താണ് നോക്കിക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 7 നമ്മളോട് പറയുന്നത് ഒരു പരാബോള PBA പരാബോള വിത്ത് വേർട്ടെക്സ് 2, 3 ഡയറക്ട്രിക്സ് തന്നിട്ടുണ്ട്. പരാബോളയുടെ നമുക്കൊരു എലിപ്സ് തന്നിട്ടുണ്ട്. എസെൻട്രിസിറ്റി എന്താണ് 1/√2 ആണ്. അപ്പൊ ആ എന്താ പറയാ പരാബോളയുടെ ഫോക്കസിലൂടെയാണ് നമ്മുടെ എലിപ്സ് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്താണോ അതിന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതിന്റെ? എലിപ്സിന്റെ സ്ക്വയർ ഓഫ് ദ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലായിക്കോളൂ മക്കളെ. അപ്പൊ ഞാൻ ആ പരാബോള എന്താണെന്ന് ആദ്യം നോക്കുകയാണ്. കാരണം പരാബോളയുടെ ഫോക്കസിലൂടെയാണ് നമ്മളുടെ എന്ത് കടന്നു പോകുന്നത്? എലിപ്സ് കടന്നു പോകുന്നത് അല്ലെ. പരാബോള വേർട്ടെക്സ് ഓഫ് ദ പരാബോള ഈസ് എന്താണ്? 2, 3. So this is axis of the parabola. Okay. And the directrix of the parabola is given by the equation. ഏത് ഇക്വേഷൻ ആണ് നോക്കിയോ? 2x plus y minus 6 is equal to 0. Directrix and axis is perpendicular. Vertex is denoted by vertex ന് നമുക്ക് എന്ത് കൊടുക്കുക? A എന്ന് എഴുതുകയാണ്. Vertex is A. And this is the focus of the parabola. ഡയറക്ട്രിക്സിൽ നിന്ന് എവിടേക്കുള്ള ഡിസ്റ്റൻസ്? വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസും വെർട്ടെക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് ഡിനോട്ടഡ് ബൈ M. അപ്പൊ നമുക്കറിയാം, ഇവിടെ അറിയുന്ന ഒരു കാര്യം നമ്മളൊന്ന് പറഞ്ഞു വെച്ചോ. MA ഈസ് ഈക്വൽ ടു എന്താണ്? AF ആണ്. അപ്പൊ M എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് കിട്ടും. ആ ഡിസ്റ്റൻസ് ഏത്? MA കിട്ടും. MAയിൽ നിന്ന് F കണ്ടുപിടിക്കാം. കാരണം സെയിം ഡിസ്റ്റൻസ് ആണ് അങ്ങോട്ടും ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം M എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. നമുക്കറിയാം ഡയറക്ട്രിക്സ് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ആ ഡയറക്ട്രിക്സിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -A/B പ്രകാരം -2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്ട്രിക്സും എന്താണ് മക്കളെ? ആക്സിസും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സിസിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് 1/2. അപ്പോ ആക്സിസിന്റെ സ്ലോപ്പും ഈ വെർട്ടെക്സ് ആക്സിസ് എന്താ പറയാ, വെർട്ടെക്സിലൂടെയാണല്ലോ ആക്സിസ് കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് ആ ആക്സിസിന്റെ ഇക്വേഷൻ കിട്ടും. ഏത്? ആക്സിസിന്റെ ഇക്വേഷനും ഈ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷനും തമ്മിൽ സോൾവ് ചെയ്താൽ ശരിക്കും നമുക്ക് ഏത് പോയിന്റിലേക്ക് എത്താം? M എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതാണ് നമ്മളെ കൺസെപ്റ്റ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്സിസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. മക്കളെ നോക്കിക്കോ. ഇക്വേഷൻ ഓഫ് ആക്സിസ്. ഇക്വേഷൻ ഓഫ് ആക്സിസ്. y minus y1 is y minus 3 is equal to M into M is 1/2 into x minus 2, that is 2y minus 6 is equal to x minus 2. അതായത് x minus 2y plus 4 is equal to 0 is equation of axis. Equation of axis ഇതാണ്. Then equation of directrix is given by 2x plus y minus 6 is equal to 0 ആണ്. ഇത് രണ്ടും തമ്മിൽ സോൾവ് ചെയ്താലാണ് ദാറ്റ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ദാറ്റ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഈസ് M. രണ്ട് ലൈനിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാം. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ the value of x is 1.6 and the value of y is 2.8 കിട്ടും. ലൈനിന്റെ ഇക്വേഷൻസ് സോൾവ് ചെയ്യാട്ടോ. അപ്പൊ ഞാൻ അവിടെ കൊണ്ടുപോയി എഴുതാൻ പോവാണ്. ഏത്? എമ്മിന്റെ കോർഡിനേറ്റ് എഴുതാൻ പോവാണ്. 1.6, 2.8. ഇനി നോക്കുക. 1.6 എന്ന് പറയുന്ന പോയിന്റ് എക്സ് കോർഡിനേറ്റ് അല്ലേ? ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്താ? 4 ആണ്. ഒരേ ലൈനിലാണ്. അപ്പൊ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസ് 0.4 ആണ്. അപ്പൊ എഫിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 2 + 0.4 ആയിരിക്കും. നോക്കണേ, 2ഉം 1.6 അവിടെ 0.4 ആണ്. ഒരേ ലൈനിലാണ്. അപ്പൊ ആ ഡിസ്റ്റൻസ് പറയുമ്പോൾ 2 + 0.4. എഫിന്റെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് നമുക്ക് എഴുതാൻ പറ്റും. എന്ത് എഴുതാ? 2.4 നമുക്ക് എഴുതാൻ പറ്റും. 2.4.
ഇനി y കോർഡിനേറ്റ് നോക്കുക 2.8 3 അപ്പൊ 2.8 3 എന്ന് പറയുന്ന സമയത്ത് അവിടുത്തെ ഡിഫറൻസ് 0.2 ആണ് അല്ലെ 0.2. അപ്പൊ അപ്പുറത്തേക്കുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ 3 + 0.2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 3.2 ആയിരിക്കും. അതായത് 2.4 3.2 ആണ് ഏതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് കിട്ടി. ആ ഫോക്കസിന്റെ കോർഡിനേറ്റ്സിലൂടെ മക്കളെ നോക്കണേ, അതായത് നമ്മുടെ എലിപ്സ് പാസ് ചെയ്യുന്നത് അല്ലെ ഏതിലൂടെയാണ്, ഈ ഫോക്കസിലൂടെയാണ്. ഇനി എലിപ്സിന്റെ ഇക്വേഷൻ നോക്കിക്കോ, x² + y² = 1 ആണ്. That ellipse is passing through the focus of the parabola. That focus of the parabola is 2.4 3.2. അത് നമ്മൾ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. Okay, and is given by the eccentricity of the ellipse is എന്താണ് 1/√2 ആണ്. ഓക്കെ നോക്ക, എന്നിട്ട് അത് രണ്ടും വെച്ചിട്ട് നമുക്ക് ലാറ്റസ് റെക്റ്റത്തിലേക്ക് പോണേ. നമുക്ക് പാസ് ചെയ്യുന്ന പോയിന്റ് ആയതുകൊണ്ട് അതിൽ സാറ്റിസ്ഫൈ ചെയ്യും. 2.4 whole square by 2.4/4 square by a square 2.4/a square അല്ലെ. അതിന് നമുക്ക് 2.4 അല്ലേ, 2.4 നമുക്ക് എങ്ങനെ എഴുതാം, 24/10 എഴുതാം അല്ലെ. 2.4 എന്ന് പറഞ്ഞാൽ 24/10, 3.2 എന്ന് പറഞ്ഞാൽ 32/10. അപ്പൊ നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ആക്കണ്ടേ, 24/10 whole square 24/10, 24 സ്ക്വയർ ചെയ്യണം അല്ലെ. 476/100 a square 1/a² into 476/100 by a square എന്ന് പറയുമ്പോൾ 1/a² into 476/100 പ്ലസ് y² 32/10. 32 സ്ക്വയർ ചെയ്ത് എത്രയാണ് മക്കളെ, 1024/100 ഇൻറ്റു അല്ലെ ബൈ b² എന്നുള്ളത് ഞാൻ 1/b² എന്ന് എഴുതാണ് ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഈക്വൽ ടു എന്താണ് 1 ആണ്, ഈക്വൽ ടു 1 ആണ്. ഇനി അത് തൽക്കാലം നമ്മൾ അവിടെ വെക്കി, കാരണം ഇനി അതിൽ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ a² b² എത്രയാണെന്ന് കണ്ടുപിടിക്കണ്ടേ. ഇനി നമുക്ക് ആ എസെൻട്രിസിറ്റിയിലേക്ക് വാ. എസെൻട്രിസിറ്റി എന്താണ്, 1/√2 ആണ്. എന്താണ് ഇക്വേഷൻ ഓഫ് ദ എസെൻട്രിസിറ്റിയിലേക്ക് എലിപ്സിന്റെ കേസിൽ നമ്മൾ എങ്ങനെ എഴുതുമെന്ന് ആലോചിച്ച് നോക്കി. E² = 1 - b²/a² ആണ് എലിപ്സിൽ. അപ്പൊ എലിപ്സിൽ എന്ന് പറയുന്ന സമയത്ത് എസെൻട്രിസിറ്റി 1/√2 ആയതുകൊണ്ട് ഞാൻ അവിടെ 1/2 എന്ത് എഴുതും, 1 - b²/a² എന്ന് എഴുതും. അപ്പൊ നമുക്ക് b²/a² എന്ന് പറഞ്ഞാൽ 1 - 1/2 എന്ന് വരും, 1/2 എന്ന് വരും. ഓർമ്മിച്ച് വെച്ചോളൂ, അത് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. b²/a² is 1/2. b²/a² 1/2 ആണ് എന്നുണ്ടെങ്കിൽ a² = 2b² അല്ലെ. ഇനി നോക്കിക്കോ, ആ എലിപ്സിന്റെ ഇക്വേഷനിലേക്ക് പോയിക്കോ. എലിപ്സിന്റെ ഇക്വേഷനിൽ പോയിട്ട് a² പകരം നമ്മൾ എന്തിട്ട് കൊടുക്കും, 2b² ഇട്ട് കൊടുക്കണേ. a² പകരം 2b² ഇട്ട് കൊടുക്കുമ്പോൾ 1/2b² into 476/100 പ്ലസ് 1000/24/100 into 1/b² is equal to എന്തായിരിക്കും, 1 ആയിരിക്കും. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ b² വാല്യൂ കിട്ടും അല്ലെ. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ഇവിടെ ഇത് ഈ 2 ഇവിടെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് പോയാൽ 2 3 8 238 പ്ലസ് 1024 238 പ്ലസ് 1024 എന്ന് പറഞ്ഞാൽ 1292/100 is equal to എന്താവും, b² ആവും. അപ്പൊ ആ b² 1292 എന്നുള്ളത് b² എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യും, ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിടാം, 328/25 ആവും. ഓക്കെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ b² വാല്യൂ കിട്ടി കേട്ടോ, b².
അപ്പം ഇനി ബി സ്ക്വയർ ഇനി എ സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? നോക്കാം നമുക്ക് നോക്കാം. ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്ത് സ്ക്വയർ ഓഫ് ദ ലാറ്റസ് റെക്റ്റം നോക്കണേ. ക്വസ്റ്റ്യൻ നോക്കണേ. സ്ക്വയർ ഓഫ് ദ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, സ്ക്വയർ ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ 2b സ്ക്വയർ ബൈ എ ആണ്. 2b സ്ക്വയർ ബൈ എ. ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്ത് 2b സ്ക്വയർ ബൈ എ ആണ് അല്ലെ. അപ്പൊ ഈ 2b സ്ക്വയർ ബൈ എ എന്ന് പറയുന്ന സമയത്ത് ഈ 2b സ്ക്വയർ ബൈ എ അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ. സ്ക്വയർ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് എഴുതണം? സ്ക്വയർ ഓഫ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് എഴുതുകയാണ്. 2b സ്ക്വയർ ബൈ എ സ്ക്വയറിന്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഓക്കെ അല്ലെ. ഞാൻ ഇതിനെ മാറ്റി എഴുതാം. നമുക്ക് എ സ്ക്വയർ കണ്ടുപിടിക്കാതെ തന്നെ നോക്കാം. ഇതിനെ 4 2ന്റെ സ്ക്വയർ 4 ബി സ്ക്വയർ ബൈ 2b സ്ക്വയർ ബൈ എ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2b സ്ക്വയർ ബൈ എ ആണ്. അപ്പൊ 2b സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു എന്തും കൂടെ വേണം? ബി സ്ക്വയറും കൂടെ വേണം. അപ്പൊ ശരിയായില്ലേ? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എ സ്ക്വയർ കണ്ടുപിടിക്കാതെ തന്നെ മാറ്റി എഴുതാം. 4 ഇൻറ്റു യെസ് ഞാൻ പറഞ്ഞിട്ടായിരുന്നു നിങ്ങളോട് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ നമുക്ക് ആവശ്യമുണ്ടോ എന്ന്. 1/2 കണ്ടോ, 1/2 ഇൻറ്റു ബി സ്ക്വയർ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ബി സ്ക്വയർ എവിടെയാന്ന് നോക്കിയോ? 328/25 328/25 അല്ലെ. അപ്പൊ ഈ 2 4 2 ടൈംസ് 2 ഇൻറ്റു 328 എന്ന് പറഞ്ഞാൽ 656 ആയിരിക്കും അല്ലെ. 656/25 got it. 655/25 is option D. D4 അല്ലെ. ഓക്കെ, സെറ്റ് ആണല്ലോ മക്കളെ.